ഈ രേണുസുധീനെ എന്തിനാ ഇങ്ങനെ ആൾക്കാർ ഇത്രയും ചീത്ത വിളിക്കുന്നത്, അല്ല ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇതെന്തോ അവസ്ഥയാണ്. അവര് ഈ കഴിഞ്ഞിടയ്ക്കെങ്ങാണ്ട് എന്തോ ഒരു വീഡിയോ കോൾ ചെയ്തെന്നോ അപ്പോൾ എന്തൊക്കെയോ കണ്ടെന്നോ. ഇത് കണ്ടവരായാലും കാണിച്ചവരായാലും അത് അവരവരുടെ കാര്യമാണ്. പക്ഷെ ഇതെങ്ങനെയോ പുറത്തു വന്നു. അത് ഒരു തെണ്ടിത്തരം. ഈ തെണ്ടിത്തരം കാണിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ആ പാവത്തിനെ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അവരെങ്ങനെയും ജീവിക്കട്ടെന്നേ. അവർ സന്തോഷിക്കുകയാണെങ്കിലോ അവർ സന്തോഷിക്കട്ടെ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവരാരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. അതൊരു പാവം. ഇവർക്കറിയാവോ എന്തോ അവരുടെ അവസ്ഥ എന്നുള്ളത്? അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ പിന്നെ വെള്ളയൊക്കെ ഇട്ട് മുട്ട അടിച്ചിരിക്കണമെന്നാണോ? സതി അനുഷ്ഠിക്കുകയാണെങ്കിൽ സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെയാ മനുഷ്യർ പ്രൈവറ്റ് ടൈമിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അതിനിപ്പോൾ ആരോടെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടോ എന്ത് കാരണവശാലാണ്. ഇനി അത് വേണ്ട വല്ല സബ്സ്ക്രിപ്ഷനോ അതാണെങ്കിൽ അങ്ങനെ. അതെന്താ ശ്രുതിക്ക് പാടില്ലേ? രേണുവിന് പാടില്ലേ? രേണുവിന് ഇപ്പോൾ കാണാനും നല്ലതാ. പഴയ ലുക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമായി. കുറച്ച് ഗ്ലൂട്ടാത്താണ് അടിച്ച് കയറ്റിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അവരങ്ങനെ അവരുടേതായ രീതിയിൽ എവിടെയൊക്കെ ജീവിച്ചു പോകുന്നു. അവർ പല വീഡിയോസ് ചെയ്യുന്നു. ഇങ്ങനെ പാവങ്ങളെ കിട്ടുമ്പോൾ കുറച്ച് പേർക്കൊണ്ടൊരു പ്രത്യേക അസുഖം. ആറാട്ടണൻ, പേരേര, ഇവരെയൊക്കെ തെറി വിളിക്കുക. രേണുസുധീനെ കിട്ടി അവളെ അങ്ങ് തെറി വിളിച്ചങ്ങ് നശിപ്പിച്ചേക്കാം എന്നുവെച്ചാൽ ഈ പറയുന്നവരൊക്കെ ആരാന്നുള്ളതാണ്. മനസ്സിലായോ? ഇവർ ഇതൊക്കെ കാണുന്നുള്ളൂ. ഇവിടെ വേറൊരു വിഷയവും ഇല്ല ഇവർക്ക്. അതും രേണുസുധിക്ക് നല്ലതാണ് ഒരു വിധത്തിൽ നോക്കിയാൽ. പക്ഷെ എങ്കിലും ഇതൊരുമാതിരി എന്തൊരു നാശമായത്. ശല്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇരുന്ന് ഇവരെ ചെയ്ത് വിളിക്കുന്നവരെ ഈ ശല്യം. അല്ലാതെ അവരൊരു പൊതുശല്യമൊന്നുമല്ല. ഞാനിവരുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇവരെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന അറിയുന്നതല്ലാതെ ഞാൻ ഈ രേണുസുധിയുടെ വീഡിയോ കണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പോസ്റ്റുകൾ ഇങ്ങനെ ഓടുന്നു. ഇവരിങ്ങനെ കിടക്കുന്നോ അതുകൊണ്ട് കാണിച്ചെന്നോ. ഉടനെ ഇവിടെ ഉള്ള പ്രബുദ്ധരായ യൂട്യൂബേഴ്സിൻ്റെ പണി പിന്നെ ഇപ്പം ഇതൊക്കെയാണ്. ഗതികെട്ടവന്മാർ ഇങ്ങനെയുണ്ട്. ഗതികേട്. ഈ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. എന്തിനാ ഈ പാവങ്ങളെയൊക്കെ പിടിക്കുന്നത്? വലിയ പുള്ളികൾ എന്തെല്ലാം മണ്ടത്തരം കാണിക്കുന്നത്? അതൊന്നും നമുക്ക് വിഷയമല്ല അല്ലേ. ഇതിനെയൊക്കെ പിടിച്ചാൽ വലിയ ശല്യമില്ല, പ്രശ്നമില്ല. ഉടൻ തന്നെ അവരുടെ മണ്ടയ്ക്കോട്ട് കയറി ആള് കളിക്കുക. ഇവരെല്ലാം വലിയ ആൾക്കാരും. സത്യത്തിൽ ഭയങ്കര നാണക്കേടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരിക്കലും തുല്യ ശക്തികൾ തമ്മിലാണേലും കുഴപ്പമില്ല. ഇനി മണ്ടയ്ക്കോട്ട് ഇച്ചിരി ശക്തി കൂടിയവനായിട്ട് ചില പടി മേടിച്ച് എത്താലും കുഴപ്പമില്ല. നമ്മളെക്കാളും വീക്കായിട്ടുള്ളവരെ ആക്രമിക്കുകയൊന്നും ചെയ്യരുത്. ഇനി വീക്ക് അല്ലെന്ന് തന്നെ വിചാരിക്കുക. അയാൾ നിലത്ത് വീണ് കിടക്കുന്നവരെ അടിക്കരുത് എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഴയൊരു സിനിമയ്ക്കകത്ത് ജയനും നസീറോട് അടി ഉണ്ടാക്കുമ്പോൾ ഡയലോഗാണ്, വീണ് കിടക്കരുത് അടിക്കരുത്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ISI കൃഷ്ണൻ നായർ എൻ്റെ അച്ഛനാണ്. അനിയ ചേട്ടാ അനിയ അത് കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതൊരുമാതിരി ആണുങ്ങളാണ് കൂടുതൽ ഇറങ്ങിയേക്കുന്നത്. അതാ വേറെ രസം. പിന്നെ ചില പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇവരെ കാണുമ്പോൾ. ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരുടെ ലിസ്റ്റിൽ. അവിടെ കയറി അങ്ങ് വലിയ ആൾ കളിക്കും.